നമ്മുടെ മക്കൾക്ക് ചെറിയൊരു പനി വരുമ്പോൾ പോലും നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പം നമ്മുടെ കുഞ്ഞിനെ മറവ് ചെയ്ത ആ ഒരു സ്ഥലത്ത് വന്നിട്ട് വൃത്തിയാക്കുമ്പോൾ ആ ഒരു സ്ഥലം വൃത്തിയാക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എത്രമാത്രം വിഷമിക്കും. എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചൊരു പാഠം എന്താണെന്നറിയോ? നമ്മുടെ വിഷമം നമ്മുടെ മാത്രം വിഷമാണ്. മറ്റുള്ളവർ ഒരാളും അത് മനസ്സിലാക്കില്ല. ഒരാൾക്കും അത് മനസ്സിലാക്കാൻ കഴിയില്ല. ഞാൻ കരഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വൃത്തിയാക്കുന്നത്. കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. കാരണം ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ഓർമ്മകളുണ്ട്. അവൻ്റെ ഓരോരോ കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നു ഹായ് പോകുന്നുണ്ട്. ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ എണീറ്റ് എൻ്റെ അടുക്കളയിലെ പണികളൊക്കെ ഞാൻ തീർത്തു വെച്ചു. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ദോശയും ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. ദോശയും ചമ്മന്തിയും ചായയും. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ്, മത്തിക്കറി, മത്തി വറുത്തത്, പയറുപ്പേരി, പപ്പടം, പിന്നെ അച്ചാർ ഇരിപ്പുണ്ട്, അച്ചാർ. ഇത്രയാണ് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയത്. ഇത് മാത്രമല്ലല്ലോ നമുക്കുള്ള പണികൾ. വീടടിച്ചു വാരണം, തുടയ്ക്കണം, മാറാല തട്ടണം, ഡൈനിങ് ടേബിൾ തുടയ്ക്കണം, അങ്ങനെ അല്ലറ ചില്ലറ പണികൾ വേറെ ഉണ്ടാവുമല്ലോ. അത് ചെയ്തു. പിന്നെ അലക്കാണ്ടായിരുന്നു, അലക്കി. ഇന്നാണെങ്കിൽ കുറച്ച് വെയിൽ കാണാനുണ്ട്. ഇന്നലെ നല്ല മഴയായിരുന്നു. അപ്പം ഞാൻ വേഗം തന്നെ അലക്കി തുണികളങ്ങ് ഉണങ്ങിയെടുത്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ തന്നെ ഒരു എന്താ പറയുക, വീടൊന്ന് ഒതുങ്ങിയ പോലെയാണ് തുണികളൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടുമ്പോൾ. ഇനിയുള്ള പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്തതും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതൊക്കെ ആയ പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ട്. ഇത് കൂടെ അങ്ങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. ഞാൻ അടുക്കള തുടച്ചിട്ടില്ല. എല്ലായിടും തുടച്ചിട്ട് അടുക്കളയിലെ പണികളൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട്, അതായത് കൗണ്ടർ ടോപ്പ് തുടയ്ക്കുക, പാത്രം കഴുകുക, ഇതെല്ലാം കഴിയുമ്പോഴത്തേനും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് കച്ചറിയും വെള്ളമൊക്കെ ആവുമല്ലോ. അപ്പോൾ അടുക്കളയിൽ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് അടുക്കള അങ്ങ് തുടയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇനി ഈ പണികളും കൂടെ ഉണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ കുറച്ച് പണികളുണ്ട് കേട്ടോ. നമ്മുടെ വീടിനകത്തല്ല, പുറത്ത്. ഈ പുറത്ത് പണിയുള്ളത് കൊണ്ട് തന്നെ ഇന്ന് എൻ്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. അതുകൂടെ അങ്ങ് കഴിയട്ടെ വിചാരിച്ചു. ഈ പണികളൊക്കെ ചെയ്യുന്നത് കൊണ്ടല്ല, ഇത്രയും പണികൾ ചെയ്തിട്ടും അവസാനം നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: നിനക്ക് ഈ വീട്ടിൽ എന്താ പണി എന്നുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വരും. ആരും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. എന്നാലും ശരി, വെറുതെ നമ്മൾ അടുക്കളയിൽ പോയിട്ട് ചോറ്, ചായ, കറി എന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് ആവുന്നില്ലല്ലോ. നമ്മൾ കുറച്ചൊക്കെ മെനക്കെട്ടാൽ തന്നെയല്ലേ ഈ കറികളും ചോറും മറ്റുള്ള പണികളൊക്കെ കഴിയുന്നത്. നമ്മൾ കുറച്ച് മെനക്കെടണം. എന്നിട്ടാണ് നമ്മളോട് ഈ ഒരു ചോദ്യം: നിനക്ക് എന്താ ഈ വീട്ടിൽ പണി എന്നുള്ളത്. അതുമാത്രമല്ല, പുതിയൊരു കാര്യം കൂടിയുണ്ട്. എനിക്ക് PCOD ഉണ്ടായിട്ട് ഒരുപാട് കാലമായിട്ട് ഞാൻ ഈ PCOD ആയിട്ട് നടക്കുന്നു. ഈ PCOD ഉള്ളവർക്കറിയാം, PCOD എന്നുള്ള ആ ഒരു കാര്യം അനുഭവിക്കുന്നവർക്കറിയാം, നമ്മൾ അധികം ഭക്ഷണം കഴിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ശരീരം തടിക്കും, നമ്മുടെ ശരീരമൊക്കെ നിറമൊക്കെ കുറഞ്ഞു വരും, മുടി കൊഴിയും, അങ്ങനെയൊക്കെ. അപ്പോൾ അത് കാണുമ്പോൾ ചില ആളുകൾ ചോദിക്കുന്ന കാര്യമാണ്: നിനക്ക് ഈ വീട്ടിൽ ഒരു പണിയില്ല, വെറുതെ ഇരുന്ന് തിന്നല്ലേ, പിന്നെ എങ്ങനെ ശരീരം തടിക്കാതിരിക്കുക, മേലനങ്ങാത്തോണ്ടാന്നുള്ളത്. ഈ PCODയുടെ കാര്യം അനുഭവിക്കുന്നവർക്കല്ലേ ഇതറിയുള്ളൂ. പിന്നെ എത്ര ചിട്ട ആളുകളോട് നമ്മൾ പറയുക എനിക്ക് PCOD ആണ്, PCOD ഉണ്ടായി എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. ആരോടും പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ. അപ്പം എന്തായാലും ഇന്ന് ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പുറത്ത് കുറച്ച് പണികളുണ്ട്. പുറത്തെ പണികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീടിൻ്റെ പറമ്പൊക്കെ കാട് കെട്ടി കിടക്കുകയാണ്. ആകെ പൊന്തയും കാടെന്നൊക്കെ പറയും ഞങ്ങളുടെ അവിടെ. ആകെ പൊന്ത കെട്ടി നിൽക്കുക. എന്നോളം ഉയരമുണ്ട് ഓരോരോ പുല്ലിനും. പുല്ല് വെട്ടാൻ ആളെ കിട്ടാഞ്ഞിട്ടല്ല. പക്ഷെ ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ: നിനക്ക് എന്താ പണി, നിനക്ക് അതങ്ങ് ചെയ്തൂടെ എന്നുള്ളത്. കേട്ട് 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 ഞാൻ മടുത്തു. ഒരു സിനിമയിലൊരു ഡയലോഗ് ഉണ്ടല്ലോ അങ്ങനെ, അത് പറഞ്ഞ പോലെ. അപ്പം എന്തായാലും ഇന്ന് ഞാൻ തന്നെ അതൊക്കെ അങ്ങ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ പണികൾ അങ്ങ് കഴിഞ്ഞിട്ട് നമുക്ക് പറമ്പിലേക്ക് ഇറങ്ങാട്ടോ. കുറച്ചു നേരം ഞാൻ അങ്ങനെ പറമ്പിൽ ഇങ്ങനെ വെറുതെ നിന്നുട്ടാ. കാരണം ഇത് എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു തലയ്ക്കുന്ന അങ്ങ് തുടങ്ങി. ആദ്യം തന്നെ നമ്മുടെ ഈ ചവറ് നീക്കുന്ന ഈ ഒരു കമ്പിയുടെ സാധനം ഉണ്ടല്ലോ, ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങ് തുടങ്ങി. അപ്പോൾ ഈ പ്ലാസ്റ്റിക് സംഭവങ്ങളൊന്നുമില്ല. അതൊക്കെ ഇപ്പോൾ ഈ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുന്ന കാരണം ഇപ്പോൾ പറമ്പിൽ പ്ലാസ്റ്റിക് കുറവാന്നല്ല, പ്ലാസ്റ്റിക് ഇല്ല എന്ന് തന്നെ പറയാം. ഇതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂലുണ്ടാക്കുന്നതിൻ്റെ വേസ്റ്റ് ഓലൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെയാണ് ഇപ്പോൾ ഈ നീക്കിയിടുന്നത്. അപ്പോൾ ഈ നീക്കിയിടുന്നത്, നമ്മുടെ വീട്ടിൽ പണ്ട് പശു ഉണ്ടായിരുന്നു. തറവാട്ടിലാകുമ്പോൾ ഏട്ടൻ്റെ പശു ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പശു ഉണ്ടാകുമ്പോൾ ചാണകക്കുഴി ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ കുഴിയിലേക്കാണ്, ഇപ്പം അതിൽ ചാണകമൊന്നും ഇല്ല കേട്ടോ, അപ്പോൾ ആ കുഴിയിലേക്കാണ് ഞാനിപ്പോൾ ഈ വേസ്റ്റൊക്കെ ഇടുന്നത്. എന്തായാലും കുഴപ്പമില്ല, പ്ലാസ്റ്റിക് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഇതൊക്കെ അതിൽ തന്നെ അങ്ങ് കിടന്ന് ദ്രവിച്ചോളും, വലിയ കുഴപ്പമൊന്നുമില്ല.
അങ്ങനെ നല്ല കൊതുകുണ്ട് ട്ടോ. മഴയും പെയ്തതാണ്. പിന്നെ ഈ പച്ചിലൊക്കെ ആകുമ്പോൾ നല്ല കൊതുകും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഈ പണി ചെയ്യുമ്പോഴേ എനിക്ക് തോന്നുക വല്ല തൊഴിലുറപ്പിനും പോകാമായിരുന്നൂന്ന്. തൊഴിലുറപ്പിനൊക്കെ ഇപ്പം നല്ല കൂലിയുണ്ടത്രേ. ഇതിപ്പോൾ കൂലിയില്ലാത്ത പണിയല്ലേ ചെയ്യണത്. കൂലിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളൊന്നും ചെയ്യണില്ല വെറുതെ ഇരിക്കുക എന്നുള്ളൊരു വാക്കുണ്ടല്ലോ, അത് കേൾക്കുമ്പോഴാ വിഷമം. ഇതിപ്പോൾ 10 സെന്റ് സ്ഥലമുണ്ട്. ഇതെല്ലാം വൃത്തിയാക്കി വരുമ്പോഴത്തേക്കും എൻ്റെ നടൊരു പരിവാവും. നമ്മൾ ഈ സിസേറിയൻ കഴിഞ്ഞവർക്ക് ബോണസായി കിട്ടുന്നൊരു നടുവേദന ഉണ്ടല്ലോ, അതെനിക്കും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കുറേ സമയമൊക്കെ ഇതുപോലെ പണിയെടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ നടു പിന്നെ അങ്ങ് നിവർത്താൻ പറ്റില്ല, നല്ല വേദനയായിരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല, ചെയ്യന്നെ. കാരണം ഇതിപ്പോൾ എൻ്റെ ഒരു വാശിയാണ്, ഇത് ചെയ്ത് തീർക്കണം എന്നുള്ളത്. ഈ വാശിക്കുള്ളത് ഞാൻ തന്നെ അനുഭവിക്കാൻ വേണം കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നാലും സാരമില്ല, ഇങ്ങനൊരു ഒന്നും ചെയ്യാതിരിക്കുകയാണെന്നുള്ളൊരു പേര് കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മാത്രം. പിന്നെ അത് മാത്രമല്ല, ഈ PCOD ഉള്ളവർക്ക് അറിയാൻ പറ്റും അവരെ പീരിയഡ്സ് കറക്റ്റ് ആവില്ല എന്ന്. ചില ആളുകൾക്ക് ഡേറ്റ് കറക്റ്റ് അല്ലെങ്കിലും മാസം ആവും. ചില ആളുകൾ മാസങ്ങളോളം ആവില്ല. ഈ മാസങ്ങളോളം ആവാത്ത ഗണത്തിൽപ്പെട്ടതാണ് ഞാൻ. സത്യം പറയാലോ, ഞാൻ പീരിയഡ്സ് ആയിട്ട് 3 മാസമായി. പീരിയഡ്സ് ആയിട്ട് പ്രഗ്നൻ്റ് ഒന്നല്ല കേട്ടോ. ഈ PCOD കാരണം പീരിയഡ്സ് ആവണില്ല. അപ്പം അതിനുള്ളൊരു മരുന്ന് എന്താണെന്നറിയോ? നമ്മൾ ഡോക്ടറെ കാണിക്കൊന്നും വേണ്ട, നമ്മൾ നന്നായി ശരീരം അനങ്ങി പണിയെടുത്താൽ മതി. കേൾക്കുമ്പോൾ കോമഡി ആയിട്ട് തോന്നുന്നുണ്ടാവില്ലേ? പക്ഷെ ഇത് ഒട്ടുമിക്ക PCOD അനുഭവിക്കുന്നവരൊക്കെ കേൾക്കുന്ന ഒരു വാക്കാണിത്. കുറേയൊക്കെ അങ്ങനെ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും തോന്നും മതി ഇത് തേങ്ങ, കുറേ കാലമായി ഇതായിട്ട് നടക്കണു എന്നുള്ളത്. അതിലിടയ്ക്ക് കണ്ണിൽ എന്തൊക്കെ പുല്ല് പറിക്കുമ്പോഴേ കണ്ണിൽ മണ്ണൊക്കെ പോകുന്നുണ്ട്. അതാണ്. അപ്പം ഞാൻ കയ്യിൽ എന്താണ് ഒരു നെറ്റിൻ്റെ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, കുറച്ചിങ്ങനെ ഒരള്ള പോലത്തെ, അത് കയ്യിൽ കരുതിയിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അതുകൊണ്ട് ഇങ്ങനെ കൈ തുടയ്ക്കുമ്പോൾ നല്ല സുഖമാണ്. ഈ കൊതു കുത്തിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ, മറ്റേത് കൈമേലൊക്കെ ആകെ ചളിയാണ്. അപ്പോൾ കൈയിൻ്റെ മേലെ വെച്ച് തേക്കാണ്ടല്ലോ വെച്ചിട്ട് ഞാനൊരു തുണി കയ്യിൽ കരുതിയിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ഓരോരോ തല ഇങ്ങനെ വൃത്തിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു തല അങ്ങ് വൃത്തിയായിട്ട് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം കേട്ടോ. എന്നെക്കൊണ്ട് പറ്റും, എല്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റും, പറ്റാഞ്ഞിട്ടല്ല. പക്ഷെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നടുവേദന ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. അതുകൊണ്ടാണ് ഞാൻ കഴിയണതും പല പണികളും ഞാൻ ഒഴിവാക്കുന്നത്. കാരണം ഇതണ്ട് കഴിഞ്ഞ് നമുക്ക് റെസ്റ്റ് ഇല്ലല്ലോ, ഇത് കഴിഞ്ഞ് അടുത്ത പണികൾ ഉണ്ടാവുമല്ലോ. നമുക്കൊരു ദിവസം റെസ്റ്റ് ഇല്ലാത്ത ദിവസങ്ങളല്ലേ ഇങ്ങനെ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മളങ്ങ് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നിട്ട്. ഈ പറമ്പൊക്കെ ഒന്ന് വൃത്തിയായി കണ്ടപ്പോഴേ, ഇവിടുത്തെ കാടും പൊന്തൊക്കെ ഒന്ന് വെട്ടി തെളിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുക ഇനി ഇവിടെ അല്ലേ പച്ചക്കറി കൃഷിയും ചെയ്താലോ എന്ന്. എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ. ഈ എന്താ ഗ്രോ ബാഗിൽ മണ്ണൊക്കെ നിറച്ചിട്ട് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുക, പച്ചമുളക്, തക്കാളി, വഴുതന, ഇതൊക്കെ അങ്ങനെ വെച്ച് പിടിപ്പിക്കുന്നതൊക്കെ എനിക്കിഷ്ടമാണ്. അങ്ങനെ അപ്പം ഇനി ചെയ്യണം എന്തെങ്കിലുമൊക്കെ, ഇനി ഇവിടെ ഇങ്ങനെ ചെയ്യണം. കാരണം നമ്മൾ ഇങ്ങനെ അധികം ഇവിടേക്ക് ഇങ്ങനെ പെരുമാറ്റം ഇല്ലാത്ത കാരണമാണ് കാട് പിടിച്ചിട്ട് കിടക്കുന്നത്. അപ്പം നമ്മളിനി ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്കൊക്കെ വരും. അവിടുത്തെ പുല്ലൊക്കെ അപ്പം അങ്ങ് പറിച്ച് കളയുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെ കാട് പിടിക്കില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യണം. അപ്പം അങ്ങനെ ഒരു മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ നട്ട് പിടിപ്പിക്കണം അവിടെ, ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ അങ്ങനെ മണ്ണിൽ തന്നെ കുഴിച്ചിടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. നമ്മൾ ഒരു തല വൃത്തിയാക്കി ഇനി നമുക്ക് ഇനി അപ്പുറത്തെ സൈഡിലേക്ക് പോവാം കേട്ടോ. ഇതിനി എത്ര ദിവസം ഇങ്ങനെ നിൽക്കുന്നല്ല, ഈ മഴ പെയ്യുന്ന കാരണം പെട്ടെന്ന് തന്നെ ഈ പുല്ല് മുളച്ചിട്ട് വരും. അതാണ്. അപ്പോൾ എന്താ ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് എന്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റും അതൊക്കെ ഒന്ന് നോക്കണം. എന്നിട്ട് അതിനനുസരിച്ചിട്ട് അതൊക്കെ ചെയ്യണം. അപ്പോൾ പിന്നെ പുല്ല് മുളയ്ക്കുന്നത് കുറച്ച് കുറഞ്ഞിട്ട് വരും. ഇനി പുല്ല് ഉണങ്ങാനുള്ള മരുന്നൊക്കെ ഉണ്ടല്ലോ, അത് എനിക്കിങ്ങനെ ഇതാക്കുന്നത് അതിനോട് വലിയ താല്പര്യമില്ല. എനിക്ക് എന്താ ഭയങ്കര ബുദ്ധിമുട്ട്. ഇങ്ങനെ വെട്ടിയിടും, പറിച്ചിടും. പക്ഷേ ഈ പുല്ല് ഉണക്കുക എന്ന് പറയുമ്പോൾ അത് ചെയ്യാതിരിക്കുന്നതാണ്. അല്ലെങ്കിൽ അതിപ്പോൾ അങ്ങനത്തെ സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ പുല്ല് ഉണങ്ങും. പക്ഷെ എന്താ അങ്ങനെ ചെയ്യാൻ തോന്നിയിട്ടില്ല. അങ്ങനെ കുറച്ചൊക്കെ ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഒരു കുഴിയിലേക്ക് ആ വേസ്റ്റൊക്കെ ഇട്ടു എന്നുള്ളത്. ഇനി കുറച്ച് ഞാൻ അവിടെ ഒരു തെങ്ങ് നിൽക്കുന്നുണ്ട്, ആ തെങ്ങിൻ്റെ കടക്കൊക്കെ അങ്ങ് പുല്ലൊക്കെ പറിച്ചിട്ടു കേട്ടോ. ഈ ഒരു ഭാഗത്തുണ്ടല്ലോ അത്യാവശ്യം നല്ലോണം പൊന്ത കെട്ടിയിട്ടുണ്ട് കേട്ടോ, കാട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ചെയ്യുമ്പോൾ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കുറച്ച് പൊട്ടുകല്ലൊക്കെ ഉണ്ടല്ലോ, കല്ലൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പം ഇനി ഇവിടെ എല്ലാ ഇഴജന്തുക്കളോ വല്ല പാമ്പോ ചേരയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്നുള്ള ചെറിയൊരു പേടിയുണ്ട്. പക്ഷേ നമ്മളെ ഉപദ്രവിച്ചില്ലെങ്കിലും ഈ ജീവികളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അവിടെ നിൽക്കാനേ പറ്റില്ല. പിന്നെ എനിക്ക് പേടിയാണ്. പിന്നെ ആ ഒരു മനസ്സിൽ അതിൻ്റെ ആ ഒരു രൂപം അങ്ങ് പോവില്ല. അപ്പം ഇങ്ങനത്തെ ഒന്നും നീ കാണല്ലേ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് ഞാൻ അവിടെ പണികൾ ചെയ്യുന്നത്.
ഇവിടെ അത്യാവശ്യം പുല്ലുണ്ടെന്ന് പറഞ്ഞില്ലേ. എനിക്ക് കൈയൊക്കെ ഇങ്ങനെ പുല്ലൊക്കെ പറിച്ചിട്ട് കൈയിൻ്റെ അടിയൊക്കെ നല്ല വേദന ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം കൂടി അങ്ങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം നമ്മുടെ പറമ്പൊക്കെ വൃത്തിയായി. പിന്നെ ഈ ഒരു ഭാഗം കൂടി അങ്ങ് വേഗം ക്ലീൻ ചെയ്തെടുക്കണം. കാരണം ഇപ്പോൾ ചെറിയൊരു മഴക്കാറ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ മഴ അങ്ങ് പെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഈ ഭാഗം അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഈ ഒരു ഭാഗത്ത് ഇത്രയും കാട് പിടിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഭാഗത്തേക്ക് അധികമായിട്ട് വരാറില്ല. എനിക്ക് ഈ ഭാഗത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാണ്. മറ്റൊന്നല്ല കേട്ടോ. ഇവിടെ ഈ ഒരു ഭാഗത്താണ് ഇവിടുത്തെ ചേട്ടൻ്റെ അച്ഛൻ, അമ്മ, ചേച്ചി, അച്ചമ്മ ഇവരെല്ലാവരും മരിച്ചിട്ട് ഈ ഒരു ഭാഗത്താണ് മറവ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ ഈ ഒരു കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത്. ഞാൻ ഈ ഭാഗത്തേക്ക് വരാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒപ്പം തന്നെ ഒരു കുഞ്ഞിനും കൂടി ഇവിടെ മറവ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ മോനെ. 10 വയസ്സിലാണ് ഞങ്ങളുടെ മോൻ ഞങ്ങളെ വിട്ടിട്ട് പോകുന്നത്. എനിക്ക് ഇവിടേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു പണികൾ ചെയ്യുന്നുണ്ടെങ്കിൽ ശരി, എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകാണ്. കാരണം ഞാനൊരു അമ്മയല്ലേ. നമ്മുടെ മക്കൾക്ക് ചെറിയൊരു പനി വരുമ്പോൾ പോലും നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പം നമ്മുടെ കുഞ്ഞിനെ മറവ് ചെയ്ത ആ ഒരു സ്ഥലത്ത് വന്നിട്ട് വൃത്തിയാക്കുമ്പോൾ, ആ ഒരു സ്ഥലം വൃത്തിയാക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എത്രമാത്രം വിഷമിക്കുന്നുണ്ടായിരിക്കും. എൻ്റെ ഉള്ളിൽ എത്ര എത്ര ഞാൻ കണ്ണ് നിറഞ്ഞിട്ടാണ് ഞാനിവിടെ ഈ പണികൾ ചെയ്യണത്. പക്ഷെ എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചൊരു പാഠം എന്താണെന്നറിയോ? നമ്മുടെ വിഷമം നമ്മുടെ മാത്രം വിഷമമാണ്. മറ്റുള്ളവർ ഒരാളും അത് മനസ്സിലാക്കില്ല. ഒരാൾക്കും അത് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വൃത്തിയാക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കരയുന്നുണ്ട്. ഞാൻ കരഞ്ഞിട്ടാണ് ഞാനിവിടെ വൃത്തിയാക്കുന്നത്. കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. കാരണം ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ഓർമ്മകളുണ്ട്. അവൻ്റെ ഓരോരോ കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. എനിക്ക് ആദ്യമൊക്കെ സങ്കടം വരുമ്പോൾ ഞാൻ ആരെങ്കിലുമായിട്ട് ഷെയർ ചെയ്യും. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, വിഷമം സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ഞാൻ ആരെങ്കിലുമായിട്ട് ഷെയർ ചെയ്യും. പക്ഷെ ഞാൻ ആരോടും ഷെയർ ചെയ്യാറില്ല കേട്ടോ. എനിക്ക് സങ്കടം വരുമ്പോൾ ഞാൻ തനിയെ ഇരുന്ന് കരയും. ആ സങ്കടം തീരുന്നത് വരെ. കാരണം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. മറ്റുള്ളവർക്ക് നമ്മുടെ സങ്കടങ്ങൾ അവർക്ക് കുറച്ച് നേരം കേൾക്കാനുള്ള കഥകൾ മാത്രമാണ്. അത് കഴിഞ്ഞാൽ അവർക്ക് അതുകൊണ്ട് ഒരു ഇതുമില്ല. അവരത് മറക്കും. പിന്നെ നമ്മൾ ഇടയ്ക്ക് വിഷമം ഉണ്ടാകുമ്പോൾ പിന്നെ അവർക്ക് അതൊരു ഇവൾക്ക് ഇത് തന്നെയാണോ പറയാനുള്ളത്, അങ്ങനത്തെ ഒരു പുച്ഛഭാവമായിരിക്കും നമ്മളോട്. ഞാൻ എല്ലാവരോടും ചിരിക്കും, കളിക്കും, സന്തോഷിക്കും. പക്ഷേ എൻ്റെ സങ്കടങ്ങൾ ഞാൻ കഴിയുന്നതും ആരോടും ഷെയർ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പണികൾ ഇവിടെ കഴിഞ്ഞു. നമ്മുടെ പറമ്പ് വൃത്തിയാക്കൽ കഴിഞ്ഞു. ഇനി ഞാനൊന്ന് പോയിട്ട് കുളിക്കട്ടെ കേട്ടോ. കാരണം ഇപ്പം ഞാൻ വിയർത്ത് കുളിച്ചിട്ടുണ്ട്. ഇനി നല്ല തണുത്ത വെള്ളം കൊണ്ടൊന്ന് കുളിക്കും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഉഷാറായി. അപ്പോൾ അതെ, കുളിയൊക്കെ കഴിഞ്ഞു. ഇനി പോയിട്ടൊന്ന് ഭക്ഷണം കഴിക്കുക, കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. അപ്പോൾ എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പണികളൊക്കെ ഒരു ദിവസം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് വൈകിട്ടുള്ള കിച്ചൺ ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. അതവിടെ കിടക്കട്ടെ, സമയമുണ്ടല്ലോ. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പതിയെ ഞാൻ പണികളൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.